തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച വിഷയത്തോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്നും നമ്മൾ ചിന്തിക്കുന്നത്. ആയതിനായി നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യം വായിക്കാം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 16 വേഴ്സ് 32. നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോവുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. പിതാവ് എന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല താനും. നമ്മൾ വായിച്ച വാക്യം റെഫറൻസ് ഒന്നുകൂടി ആവർത്തിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 32-ാം വാക്യമാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കുറിവാക്യമായി എടുത്തത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നും അതിന്റെ 10-ാം അധ്യായത്തിന്റെ 30-ാം വാക്യമാണ് എടുത്തത്. ആ വാക്യത്തിൽ ആധാരമാക്കിയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. അതിനെ തുടർന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ വിഷയത്തിൽ ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ള വിഷയത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം വചനങ്ങൾ നമുക്ക് പരിശോധിച്ച് ഉറപ്പിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ആയതിന്റെ ഭാഗമായി യേശുക്രിസ്തു പിതാവിനോട് ചോദിക്കും. പിതാവ് പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ അയക്കും എന്നിങ്ങനെയുള്ളതായ വചനഭാഗങ്ങളെ നമ്മൾ എടുത്തു. യേശുവിനേക്കാൾ വലിയവനായ പിതാവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 28-ാം വാക്യം നമ്മൾ പരിശോധിച്ചു. അതുപോലെ തന്നെ യേശുക്രിസ്തുവിനെയും പിതാവിനെയും തികച്ചും വ്യത്യസ്തരായ രണ്ട് വ്യക്തികളായി തന്നെ എടുത്തു കാണിക്കുന്ന വചനഭാഗങ്ങൾ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അവർ രണ്ടുപേരും ഒരാൾ തന്നെയല്ല, പ്രത്യുത രണ്ട് വ്യത്യസ്ത വ്യക്തികൾ തമ്മിലുള്ള ഐക്യത്തെ കുറിച്ചാണ് യേശുക്രിസ്തു പറഞ്ഞതെന്ന് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. അതിന് ആധാരമായി യേശുക്രിസ്തു തന്നെ അവർ എങ്ങനെ ഒന്നായിരിക്കുന്നു എന്നും അതുപോലെയുള്ള ഒന്നാകൽ അനേകരായ ശിഷ്യവൃന്ദത്തിൽ ഉണ്ടാകേണ്ടതിനെ കുറിച്ച് യേശുക്രിസ്തു പറയുന്നതിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം, 21-ാം വാക്യം, 23-ാം വാക്യം ഇവയൊക്കെ ആധാരമാക്കി നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. ഇന്ന് നമ്മൾ അതേ തുടർന്ന് തന്നെയാണ് അവർ ഇരുവരും ഒരാൾ തന്നെയല്ല എന്ന വിഷയത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു ചോദ്യമായി യേശുക്രിസ്തുവും തന്റെ പിതാവും ഒരാൾ തന്നെയാണോ എന്നുള്ള ചോദ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ആ വിഷയം പരിശോധിച്ചത്. ഇന്ന് രണ്ടും ഒരാൾ തന്നെ അല്ല എന്ന ടൈറ്റിൽ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഭാഗം ചിന്തിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 32-ാം വാക്യമാണ് നമ്മൾ ഇവിടെ കുറിവാക്യമായി വായിച്ചു കേട്ടത്. ആ വാക്യം ഒന്നുകൂടി വായിക്കുന്നു. നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. പിതാവ് എന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ലതാനും. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന വചനം എടുത്തുകൊണ്ട് ആൾക്കാര് എന്തോ സ്ഥാപിക്കാൻ കഴിയുമെന്ന ഭാവേന വരികയും തുടർന്ന് ഒന്നും പറയുവാൻ കഴിയാതെ ഇരിക്കുകയും ചെയ്യുന്ന അതേപോലെ ഇന്ന് നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ നിന്നും ഒരു കഷണം എടുത്തിട്ട് സംസാരിക്കുന്ന ചില പണ്ഡിതരെ
ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറയുന്നത് ദാ യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ ഏകനല്ല. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അവർ ചൂണ്ടിക്കാണിക്കുകയാണ് യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ ഏകനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ഒരു 5-6 പേരാണെന്നാണ്, പലരാണ് യേശു ക്രിസ്തു എന്നാണ്. എന്താ സുഹൃത്തെ നിങ്ങൾ അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ മറുപടിയില്ല. ഈ വാക്യം ഒന്ന് ശ്രദ്ധയോടെ നമുക്ക് പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യാം. ഇവിടെ സാമാന്യ ബുദ്ധിയിൽ ഇത് വായിക്കുന്ന ഒരാൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? യേശുവിന്റെ ശിഷ്യന്മാരോട് യേശു പറയുന്നത് നിങ്ങൾ എല്ലാവരും ചിതറിപ്പോകും. ചിതറിപ്പോകുന്ന നാഴിക വരുന്നു, അത് വന്നിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും എന്നെ ഏകനായി വിട്ടുകളയും. എന്നാൽ പിതാവ് എന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ലതാനും. ഇതാ യേശു പറഞ്ഞ ആ ഫുൾ സെന്റൻസ്. എന്താണ് പറഞ്ഞത്? യേശുവിന്റെ കൂടെ മറ്റൊരാൾ കൂടി ഉള്ളത് കൊണ്ട് ഈ ശിഷ്യന്മാരെല്ലാവരും യേശുവിനെ ഒറ്റയ്ക്കാക്കി ചിതറിപ്പോയാലും, അവരെല്ലാം ഓടിപ്പോയാലും, യേശുവിനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഓടിപ്പോയാലും, യേശുവിന്റെ ഉള്ളിലുള്ള തന്റെ ദൃഢത, തന്റെ വിശ്വാസം, തന്റെ പ്രത്യാശ, തന്റെ ഉറപ്പ് എന്ന് പറയുന്നത് ഇവരെല്ലാം പോയാലും ഞാൻ ഒറ്റയ്ക്കാകുകയില്ല. കാരണം പിതാവ് എന്നോട് കൂടെയുള്ളത് കൊണ്ട് ഞാൻ ഏകനല്ലതാനും. ഇതാ യേശു പറഞ്ഞത്. ഈ ഏകനല്ല എന്നതിന്റെ ആ കഷ്ണം മാത്രം എടുത്തിട്ട് യേശു പറഞ്ഞു ഞാൻ ഏകനല്ല എന്ന് പറഞ്ഞാൽ യേശു ഒരു 5-6 പേരാണ്. ആ വാക്യം നമുക്കൊന്ന് ഇംഗ്ലീഷിൽ കൂടെ പരിശോധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 32-ാം വാക്യം നമുക്കൊന്ന് ഇംഗ്ലീഷിൽ കൂടി വായിക്കാം. ഇവിടെ വായിക്കുന്നത് എന്താണ്? ബിഹോൾഡ് ദ അവർ കമത്ത് is now come, that ye shall be scattered every man to his own, and shall leave me alone. And yet I am not alone, because the Father is with me. പിതാവ് എന്നോട് കൂടെയുള്ളത്. അപ്പൊ ഇത് മറ്റൊരാൾ തന്നോട് കൂടെ ഉണ്ടെന്നല്ലേ യേശു ക്രിസ്തു പറയുന്നത്? ബിക്കോസ് ദ ഫാദർ ഈസ് വിത്ത് മീ. അപ്പൊ ഞങ്ങൾ 2 പേരും ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ പറയുന്നത്. ഐ എം നോട്ട് അലോൺ. You all will leave me alone, but I am not alone, because the Father is with me. നിങ്ങൾ എല്ലാവരും എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകും, എന്നാൽ ഞാൻ ഒറ്റയ്ക്കാകില്ല, ഞാൻ ഒറ്റയ്ക്കല്ല. പിന്നെയോ പിതാവ് എന്നോട് കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാകില്ല, ഞാൻ ഒറ്റയ്ക്കല്ല. ഇതാണ് യേശു അവിടെ പറഞ്ഞത്. ഇങ്ങനെയുള്ള വളരെ ക്ലിയറായി കിടക്കുന്ന തിരുവെഴുത്തുകളെ പോലും വഞ്ചനാപരമായി തെറ്റിദ്ധരിപ്പിക്കുന്ന ധാരാളം ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയരെ, നമുക്ക് വിശുദ്ധ തിരുവെഴുത്തുകളെ സൂക്ഷ്മതയോടെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്ത് അതിൽ നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് തുടർന്ന് ഒരു വാക്യം കൂടി ഇതോട് ബന്ധപ്പെട്ട് തന്നെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം വായിക്കാം. യോഹന്നാൻ 14:23. യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവും അവനെ സ്നേഹിക്കും. ഞങ്ങൾ, അപ്പൊ എത്ര പേരായി? 2 പേര് ഇല്ലേ? പിതാവിനെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അപ്പോൾ യേശു പറയുന്നത് എന്താണ്? ഞങ്ങൾ വന്ന് അവനോടുകൂടി വാസം ചെയ്യും. യേശു ഒന്നിലധികം ആളുകൾ ഉണ്ടെന്നാണോ? അല്ല, യേശുവിനോടുകൂടെ പിതാവുണ്ട് എന്നുള്ളതാണ് യേശു ക്രിസ്തുവോടെ പറയുന്നത്.
യേശു ക്രിസ്തു പറയുകയാണ്, ഞാനും പിതാവും ഞങ്ങൾ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ആരോടുകൂടെ വാസം ചെയ്യും? യേശു ക്രിസ്തു പറഞ്ഞതായ വചനങ്ങളെ കൈക്കൊള്ളുന്നവരോടൊപ്പം പിതാവ് വന്ന് അവരോടുകൂടെ വാസം ചെയ്യും. അപ്പോൾ യേശു ക്രിസ്തുവും പിതാവും വന്ന് തന്റെ ജനങ്ങളോടുകൂടി വാസം ചെയ്യുന്നതിനെ കുറിച്ച് യേശു ക്രിസ്തുവിടെ പറയുന്നു. അപ്പൊ ഇത് രണ്ടുപേരും ഒരാളാണോ? അല്ലേ അല്ല എന്ന് വ്യക്തമാണ്. അപ്പോൾ യേശുക്രിസ്തുവിനോട് കൂടെ യേശുക്രിസ്തുവിന്റെ പിതാവ് ഉള്ളത് കൊണ്ട് യേശുക്രിസ്തു ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞതായ ഒരു വചനഭാഗത്തെ വളച്ചൊടിച്ചുകൊണ്ട് വഞ്ചന നടത്താൻ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ബൈബിൾ എടുത്തു പറയുന്നത് ദൈവമോ ഒരുത്തൻ മാത്രം, ദൈവം ഏകനല്ലോ, ദൈവം ഒരുവൻ എന്നിങ്ങനെ ഒരേ ഒരുവൻ മാത്രമായ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവം ഒറ്റയ്ക്കിരിക്കുവാണോ ഒറ്റയ്ക്കിരിക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല. ദൈവം ഒറ്റയ്ക്കിരിക്കുന്നു എന്നല്ല, മറിച്ച് ദൈവത്തോടു കൂടെ തന്റെ ദൂതന്മാരുണ്ട്. ദൈവം ഒറ്റയ്ക്കല്ല. യേശുക്രിസ്തു പറയുമ്പോൾ യേശുക്രിസ്തു പറയുന്നുണ്ടല്ലോ, എളിയവരായ ആൾക്കാരെ കുറിച്ച് പറയുന്നത് അവരുടെ ദൂതന്മാർ സ്വർഗത്തിൽ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞ വചനമുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ ദൈവം അല്ലെങ്കിൽ പിതാവ് ഒറ്റയ്ക്കിരിക്കുന്നു എന്നല്ല, മറിച്ച് ദൈവത്തോടൊപ്പം തന്റെ ദൂതന്മാരുണ്ട്. അതിനർത്ഥം ഈ ദൂതന്മാര് ദൈവമാണെന്നാണോ? അല്ല, ദൈവത്തോട് കൂടെ ദൈവദൂതന്മാരുണ്ട്. ദൈവം ഒറ്റയ്ക്കല്ല, പക്ഷെ ദൈവം ഒരുവനാണ്, ഒരേ ഒരുവൻ മാത്രമാണ് എന്നതാണ് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ വിഷയത്തിൽ തന്നെ നമുക്ക് നിൽക്കാം. യേശുക്രിസ്തുവും പിതാവും ഒരാൾ തന്നെ അല്ല എന്നുള്ളത് വളരെ സ്ഫുടമായി തന്നെ കർത്താവായി യേശുക്രിസ്തു പഠിപ്പിച്ചതാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച ഒരു വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 17-ാം വാക്യം. ഉയർത്തെഴുന്നേറ്റ യേശു മഗ്ദലക്കാരത്തി മറിയവുമായി സംസാരിക്കും. നമ്മൾ റെപ്പറ്റീഷൻ ഒഴിവാക്കുകയാണ്, ആവർത്തന വിരസത ഒഴിവാക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റവനായ യേശു മഗ്ദലക്കാരത്തി മറിയോട് പറയുന്നത്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. നീ ചെന്നെന്റെ സഹോദരന്മാരോട് പറ, ഞാൻ നിങ്ങളുടെ പിതാവും എന്റെ പിതാവും നിങ്ങളുടെ ദൈവവും എന്റെ ദൈവവുമായവന്റെ അടുക്കലേക്ക് കയറിപ്പോകുന്നു. യേശുക്രിസ്തുവിന്റെ പിതാവ് യേശുക്രിസ്തുവിന്റെയും ദൈവമാണ്. ആ പിതാവ് തന്നെയാണ് യേശുക്രിസ്തുവിന്റെ അനുയായികളായ ശിഷ്യവൃന്ദത്തിന്റെയും പിതാവ്, അവരുടെയും ദൈവം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവമാണ് യേശുക്രിസ്തുവിന്റെ അനുയായികളുടെ അഥവാ ക്രിസ്ത്യാനികളുടെയും ദൈവം എന്ന് വ്യക്തമാണ്. അപ്പോൾ ഇവിടെ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകങ്ങളിലേക്ക് വന്നാൽ, വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോയാൽ, എബ്രായ ലേഖനത്തിലേക്ക് പോയാൽ, ഇങ്ങനെ ബൈബിളിൽ ഉടനീളം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവും യേശുക്രിസ്തുവിന്റെ പിതാവും ഒരാൾ തന്നെ അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 36-ാം വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 36-ാം വാക്യം വായിക്കാം. ഞാൻ ദൈവത്തിന്റെ പുത്രനെന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നെന്ന് പിതാവ് വിശദീകരിച്ച് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശദീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ? മതി. അപ്പോൾ ഇവിടെ യേശു പറയുന്നത് എന്താണ്? യോഹന്നാൻ 10:36 പറയുന്നത് എന്താണ്? ഞാൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദൈവദൂഷണം പറയുന്നു എന്ന് നിങ്ങൾ എന്നെ കുറിച്ച് ആരോപിക്കുകയാണ്. ഞാൻ ആരാണ്? പിതാവ് വിശുദ്ധീകരിച്ചയച്ച പുത്രനാണ് ഞാൻ. സോ യേശുക്രിസ്തു ആരാണ്? പിതാവിനാൽ വിശുദ്ധീകരിച്ചയക്കപ്പെട്ട പുത്രനാണ്. വിശുദ്ധീകരിച്ചയക്കപ്പെട്ടത്. ഈ വിഷയം ഞാൻ വളരെ നാളുകൾക്ക് മുൻപേ ഒരിക്കൽ
ജീസസ് ക്രൈസ്റ്റ് ഈസ് സാങ്ക്ടിഫൈഡ് ബൈ ദ ഫാദർ. ഈ ഒരു വിഷയം ഞാൻ എൻ്റെ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് നമ്മുടെ വളരെ പ്രശസ്തനായ ഒരു ആളാണ് ഡോക്ടർ ഏഴംകുളം സാങ്കുട്ടി എന്ന് പറയുന്ന പ്രിയ സ്നേഹിതൻ. അദ്ദേഹം ഞാൻ വളരെ വർഷങ്ങളായി അറിയുന്ന പരിചിതനായ അദ്ദേഹം എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിച്ചു, പിതാവ് വിശുദ്ധീകരിച്ചയച്ചതാണ് യേശുക്രിസ്തുവിനെ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിശ്ചയമായും ഉണ്ട്. ഞാൻ വാക്യം എടുത്തു കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 36-ാം വാക്യം. പിതാവ് വിശുദ്ധീകരിച്ചയച്ച പുത്രനാണ്. യേശു വിശുദ്ധീകരണം ആവശ്യമുള്ളവനാണ്, അല്ലെങ്കിൽ യേശുവിനെ പിതാവ് വിശുദ്ധീകരിച്ചയച്ചതാണ് എന്നത് യേശു ക്രിസ്തു സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. ഞാൻ ഈ വാക്യം കൊടുത്തു. അദ്ദേഹം സൈലന്റായി. ഞങ്ങൾ വളരെ നല്ല സുഹൃത്ത് ബന്ധം, സ്നേഹബന്ധം സൂക്ഷിക്കുന്നവരാണ്. അങ്ങനെ വിശുദ്ധ തിരുവെഴുത്തുകളെ നമ്മൾ പരിശോധിക്കുന്നത് സൂക്ഷ്മതയോടെ പരിശോധിക്കണം. മുൻവിധികളെ ഒഴിവാക്കി സത്യത്തിന്റെ പരിജ്ഞാനത്തിന് വേണ്ടി, സത്യത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി നാം വിശുദ്ധ തിരുവെഴുത്തുകളെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുവാൻ ശ്രമിച്ചാൽ നമുക്ക് സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാൻ കഴിയും, സത്യത്തിൽ നിൽക്കുവാൻ കഴിയും. പ്രീകാസ്റ്റ് വെച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ചതിനെ കേട്ടുകൊണ്ട് നമ്മൾ പിന്തുടരുവാൻ ശ്രമിച്ചാൽ നമുക്ക് സത്യം തമസ്കരിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ എന്ത് കേട്ടാലും അത് അങ്ങനെ തന്നെ തിരുവെഴുത്തുകളിൽ ഉണ്ടോ എന്ന് സൂക്ഷ്മതയോടെ പരിശോധിച്ച് പഠിച്ച് ഉറപ്പിച്ച് അതിൽ നമ്മുടെ ചുവടുകളെ വയ്ക്കേണ്ടത് വളരെ ആവശ്യമാണ്. കൺഫ്യൂസിംഗ് ആയിട്ട് ഏതെങ്കിലും ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ട്രാൻസ്ലേഷൻ കൂടി എടുത്ത് പരിശോധിക്കാവുന്നതാണ്. ക്രോസ് എക്സാമിനേഷൻ അത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ധാരാളം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണിക്കുവാൻ കഴിയും. കാരണം നമ്മൾ കേട്ട് പഠിച്ച അല്ലെങ്കിൽ നമ്മൾ നിരന്തരമായി ഉപയോഗിച്ചു വരുന്ന ഒരു ട്രാൻസ്ലേഷനിൽ ചിലപ്പോൾ ഒരു ട്രാൻസ്ലേഷൻ എറർ ഉണ്ടായിക്കൂടായികയില്ല. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു പരിഭാഷ എടുത്ത് പരിശോധിക്കാം. അങ്ങനെ വിവിധ പരിഭാഷകൾ എടുത്ത് പരിശോധിക്കാം. ഈ വിവിധ പരിഭാഷകൾ തമ്മിൽ ഈ വിഷയത്തിൽ കോൺട്രഡിക്ഷൻ ഉള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറഞ്ഞ വിഷയത്തിൽ ബൈബിളിൽ ഇതര ഭാഗത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ വിഷയം യേശുക്രിസ്തുവും യേശുക്രിസ്തുവിന്റെ പിതാവും ഒരാൾ തന്നെയല്ല എന്നുള്ളതാണ്. അവിടെ അവർ രണ്ടും വ്യത്യസ്ത വ്യക്തികളാണ് എന്നുള്ളത് എടുത്തു കാണിക്കുന്ന വചനഭാഗങ്ങൾ നമ്മൾ ഇവിടെ കുറിവാക്യമായി വായിച്ച യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 32-ാം വാക്യവും യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യവും നമുക്ക് ഉറപ്പിച്ചു തന്നിരിക്കുകയാണ്. ഇത് രണ്ടും ഒരാൾ തന്നെയല്ല. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ ഈ 36-ാം വാക്യം നമുക്ക് ഉറപ്പിച്ചു തരികയാണ്, പിതാവ് വിശുദ്ധീകരിച്ചയച്ചതാണ് യേശുവിനെ എന്ന് യേശുക്രിസ്തു സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തലന്മാർ, യേശുക്രിസ്തുവിനോട് കൂടെ നടന്ന അപ്പോസ്തലന്മാർ, അവര് പറഞ്ഞ വചനഭാഗങ്ങൾ അനേകമുണ്ട്. അവർ യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 37-38 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 37-38 വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദിയിലൊക്കെയും ഉണ്ടായ വർത്തമാനം. ഒന്ന് നിന്നിട്ട് പോവാം മുന്നോട്ട്. ഇതെന്താണ് പറഞ്ഞത്? യോഹന്നാന്റെ സ്നാനം, യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിനു ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദിയയിലൊക്കെയും ഉണ്ടായ വർത്തമാനം, സംഭവിച്ച കാര്യങ്ങൾ. അതാണ് ഇവിടെ അപ്പോസ്തലന്മാര് പറയുന്നത്. എന്താണ് പറയുന്നത്? നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട്. ആര് യേശുവിനോട് കൂടെ ഇരുന്നു എന്നാണ്? ദൈവം യേശുവിനോട് കൂടെ ഇരുന്നു. വളരെ ശ്രദ്ധിക്കണേ. ദൈവം യേശുവിനോട് കൂടെ ഇരുന്നു. ഇനി അവൻ നന്മ ചെയ്തു. അതിന്റെ മുമ്പേ രണ്ട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? നസ്രയനായ യേശുവിനെ ആരാണ്? ദൈവം
പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും. ശ്രദ്ധിക്കണം, ദൈവം യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അപ്പൊ യേശുക്രിസ്തുവാണ് ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പലരുടെയും ഇത്തരത്തിലുള്ള പഠിപ്പിക്കലുകളെ അപ്പോസ്തലന്മാര് പഴുതടച്ചുകൊണ്ട് ക്രോസ് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായോ? യേശുവിനെ അഭിഷേകം ചെയ്തവനാണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ച ദൈവം. നാസറേയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യുകയും ദൈവം അവനോട് കൂടെ ഇരിക്കുകയും ചെയ്തതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതായ വിധം നിങ്ങൾ അറിയുന്നുവല്ലോ. ശ്രദ്ധിക്കണേ, യേശുക്രിസ്തു ചെയ്തതായ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നിലുള്ള രഹസ്യം യേശുവിനോട് കൂടെ നടന്ന അപ്പോസ്തലന്മാർ ഇവിടെ ഉച്ചസ്വരത്തിൽ പ്രസ്താവിക്കുകയാണ്. നസ്രയനായ യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തു പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും. തീർന്നില്ല, ദൈവം യേശുവിനോട് കൂടെയിരുന്നു. അതുകൊണ്ടാണ് യേശു നന്മ ചെയ്യുകയും പിശാച് ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതെന്ന് യേശുവിനോട് കൂടെ നടന്ന ഈ അപ്പോസ്തലന്മാർ വളരെ കൃത്യതയോടുകൂടെ ഇവിടെ വിവരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെയും നമുക്ക് വ്യക്തമായി യേശുക്രിസ്തു അല്ല ദൈവം, മറിച്ച് യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്തവനാണ് ദൈവമെന്ന്, യേശുക്രിസ്തുവിനോട് കൂടെ ഇരുന്നവനാണ് ദൈവമെന്ന് ഇവിടെയും നമുക്ക് വ്യക്തമായി. ഇനിയും നമുക്ക് യേശുക്രിസ്തു ഒരാളെ ഉയിർപ്പിച്ച ഒരു സംഭവം നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. എവിടെയാണത്? യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ ആ വസ്തുത കാണുകയാണ്. ലാസർ എന്ന് പറയുന്ന ഒരാൾ, ബഥാന്യയിലെ ലാസർ, മാർത്തയുടെയും മറിയയുടെയും സഹോദരനായ ലാസർ, ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞു. 4 ദിവസമായി. ഇദ്ദേഹത്തിന്റെ കബറിടത്തിലേക്ക് യേശു ചെന്ന ആ സംഗതി അവിടെ നമ്മൾ വായിക്കുന്നത് 44-ാം വാക്യമാണെന്ന് തോന്നുന്നു. ഒന്ന് വായിച്ച്. 40. അവിടെ യേശു ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പേ ചെയ്യുന്നൊരു കാര്യമുണ്ടല്ലോ. 43-ാം വാക്യം മുതൽ വായിക്കാം. 41 മുതൽ വായിച്ചോളൂ. യേശു മേലോട്ട് നോക്കി എന്നിട്ട് എന്താ പറയുന്നത്? പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അപ്പൊ പിതാവ് എവിടെ ഇരിക്കുന്നത്? യേശു മേലോട്ട് നോക്കി. ലാസറിനെ ഉയർപ്പിക്കാൻ നിൽക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് യേശു മേലോട്ട് നോക്കി. എന്നിട്ട് പിതാവിനെ വിളിക്കുകയാണ്, പിതാവേ. അപ്പൊ യേശുവിന്റെ പിതാവ് യേശുക്രിസ്തു തന്നെയാണോ അതോ വേറെ ആരെങ്കിലുമാണോ? യേശുവിന്റെ ദൈവം, യേശുവിന്റെ പിതാവ് യേശുക്രിസ്തു സ്വയമല്ല, മറിച്ച് യേശുദാ ഇവിടെ മേലോട്ട് നോക്കി. പിതാവേ, വായിക്കാം. നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അപ്പൊ എപ്പോഴും യേശുവിന്റെ അപേക്ഷ കേൾക്കുന്ന മറ്റൊരുവനാണ് യേശുവിന്റെ ഈ പിതാവ്. ആ പിതാവിനോട് യേശു മേലോട്ട് നോക്കി. ഇതുപോലെയാണ് യോഹന്നാൻ 17-ാം അധ്യായം, വാക്യം മറിക്കല്ലേ, യോഹന്നാൻ 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. അപ്പോൾ യേശുവിന്റെ പിതാവ് എവിടെയാണ്? മുകളിലാണ്. സ്വർഗത്തിലേക്ക് നോക്കി, മേലോട്ട് നോക്കി. മനസ്സിലായോ?
ഉയിർത്തെഴുന്നേറ്റ യേശു മഗ്ദലക്കാരത്തി മറിയോട് പറയുന്നത് 20-ാം അധ്യായം യോഹന്നാൻ 20:17 നമ്മൾ കാണുന്നത്. മറിയോട് പറയുന്നത് എന്താണ്? എന്നെ തുടരുത്, ഞാൻ ഇതുവരെ എന്റെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. യേശുവിന് പിതാവിന്റെ അടുക്കൽ എത്തണമെങ്കിൽ മുകളിലേക്ക് കയറിപ്പോകേണ്ടിയിരിക്കുന്നു. യേശുക്രിസ്തുവും യേശുക്രിസ്തുവിന്റെ പിതാവും ഒരാൾ തന്നെ അല്ല എന്നുള്ളത് വളരെ കൃത്യതയോടുകൂടി വിശുദ്ധ വേദപുസ്തകം നമുക്ക് പഠിപ്പിച്ചു തരുന്ന സത്യമാണ്, വസ്തുതയാണ്. നിങ്ങൾ തെറ്റിപ്പോകരുത്. പലരും പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സകലത്തിന്റെ സൃഷ്ടാവായ സർവശക്തനായ പിതാവായ ദൈവം തന്നെ നമുക്ക് കാണുവാൻ പാകത്തിന് ഒരു മനുഷ്യനായി ഇങ്ങനെ ഇറങ്ങി വന്ന് നിൽക്കുന്നതാണ് യേശുക്രിസ്തു എന്ന് പല ഉപദേശിമാരും പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പ്രിയരെ, നിങ്ങൾ വഴിതെറ്റിപ്പോകരുത്. ഇത്തരം വിപരീത ഉപദേശകരെ ഒഴിഞ്ഞിരിക്കണം. സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് എത്തണമെങ്കിൽ വിശുദ്ധ തിരുവെഴുത്തുകളെ സൂക്ഷ്മതയോടെ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യണം. അപ്പോൾ യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് യേശുവിനോട് കൂടെ നടന്ന അപ്പോസ്തലന്മാർ വളരെ കൃത്യതയോടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. നാസറേയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്യുകയും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചു എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. ഇതിനെ ഉറപ്പിച്ചുകൊണ്ട് യേശു ചെയ്ത ഒരു സംഗതി നമ്മുടെ മുമ്പിൽ തെളിവായി വന്നിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 41 മുതലുള്ള വാക്യഭാഗങ്ങൾ അവിടെ വായിച്ചത്. യേശു മേലോട്ട് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ എന്റെ അപേക്ഷ കേൾക്കുന്നതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഇത് പറഞ്ഞിട്ട് യേശു എന്ത് ചെയ്തു? എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ഈ ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിന് ഉറപ്പുണ്ട്. പക്ഷെ ഈ ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന്, എന്ത് വിശ്വസിക്കേണ്ടതിന്? നീ എന്നെ അയച്ചതാണെന്ന്, യേശുവിനെ പിതാവ് അയച്ചതാണെന്ന്, യേശുവിനെ ദൈവം അയച്ചതാണെന്ന്, അതല്ലാതെ ദൈവം തന്നെ സ്വയം മനുഷ്യനായി വന്നതാണെന്നല്ല. മനസ്സിലായോ? ഒരേ ഒരു സത്യദൈവമായ പിതാവിനാൽ അയക്കപ്പെട്ടവനായ മശിഹയാണ്, ദൈവപുത്രനായ ക്രിസ്തുവാണ് ഈ നിൽക്കുന്നതെന്ന് ഈ പുരുഷാരം വിശ്വസിക്കേണ്ടതിന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ഇത് പറഞ്ഞിട്ടാണ് യേശു ലാസറേ പുറത്തുവാ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ യേശു ലാസറിനെ ഉയിർപ്പിച്ചത് തന്റെ അപേക്ഷ കേൾക്കുന്നവനായ, തന്നെ അയച്ചവനായ, സകലത്തിന്റെയും സൃഷ്ടാവായ, സർവശക്തനായ, ഒരേ ഒരുവൻ മാത്രമായ സത്യദൈവമായ പിതാവിനോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടാണ്. ആ ദൈവം യേശുവിനോട് കൂടെ ഇരുന്നത് കൊണ്ട്, ആ ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തത് കൊണ്ട്, ആ പിതാവ് വിശുദ്ധീകരിച്ചയച്ചവനാണ് യേശു എന്നതുകൊണ്ട് യേശു ആ പിതാവിന്റെ സഹായത്താൽ, ആ പിതാവിന്റെ നിയന്ത്രണത്താൽ, ആ പിതാവിന്റെ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന സത്യം. ആകയാൽ പ്രിയരെ, നാം സൂക്ഷ്മതയോടെ പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ യേശു ഉയിർത്തെഴുന്നേറ്റ ശേഷം സ്വർഗത്തിലേക്ക് കയറി എന്ന് പറയുന്നുണ്ട്. അത് എന്നിട്ട് പോയിട്ട് എവിടെയാ ഇരുന്നതെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക വാക്യങ്ങളുണ്ട്. മനസ്സിലായോ? നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 30 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം, 32 വരെ. കഴിഞ്ഞ ആഴ്ച എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സകലത്തിന്റെ സൃഷ്ടാവായ ദൈവമാരാണെന്നും ആ ദൈവത്തിന്റെ അഭിഷിക്തനായ പരിശുദ്ധദാസനാണ് യേശു എന്നും അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 24 മുതൽ 30 വരെയുള്ള വചനഭാഗങ്ങൾ ആധാരമാക്കി ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നാണ് എന്റെ ഓർമ്മ. നിങ്ങൾക്ക് സൂക്ഷ്മതയോടെ ഒന്ന് പരിശോധിക്കാവുന്നതാണ്.
ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയവനായ ദൈവത്തോട് സകലത്തിന്റെ സൃഷ്ടാവേ എന്ന് വിളിച്ചുകൊണ്ട് യേശുവിനോടുകൂടെ നടന്ന അപ്പോസ്തലന്മാരും 1-ാം നൂറ്റാണ്ടിലെ സഭയും പറയുന്നത്, നീ അഭിഷേകം ചെയ്ത നിന്റെ പരിശുദ്ധ ദാസനായ യേശു എന്നാണ് യേശുവിനെ കുറിച്ച് അവർ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് പരിശോധിച്ച് ഉറപ്പിക്കാവുന്നതാണ്. യേശു ക്രിസ്തുവാണ് സകലത്തിന്റെയും സൃഷ്ടാവെന്ന് അനേക ആൾക്കാർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വോട്ട്കാണ്, വ്യാജമാണ്. അവർ വ്യാജം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷ്മതയോടെ തിരുവെഴുത്തുകളെ പരിശോധിക്കുക. യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ, 1-ാം നൂറ്റാണ്ടിലെ സഭ, അവർ പറയുന്ന ദൈവം സകലത്തിനെ സൃഷ്ടാവാണ്. ആ ദൈവത്തിന്റെ സകലത്തിനെ സൃഷ്ടാവിന്റെ അഭിഷിക്തനായ പരിശുദ്ധദാസനാണ് യേശു എന്ന് അവിടെ അവർ 2 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നു. അപ്പോസ്തലർ 4-ന്റെ 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ 2 പ്രാവശ്യം അവർ ഇക്കാര്യം ആവർത്തിക്കുന്നുണ്ട്. അപ്പോസ്തലർ 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പഴയ നിയമത്തിലെ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി പിതാക്കന്മാരുടെ ദൈവമെന്ന് അഡ്രസ് ചെയ്തുകൊണ്ട് പഴയ നിയമത്തിലെ ദൈവത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, ദൈവത്തിന്റെ ദാസനാണ് യേശു എന്ന്. അപ്പോസ്തല പ്രവൃത്തി 3-ന്റെ 13 നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തി 3-ന്റെ 26 നമ്മൾ പരിശോധിച്ചാൽ അവിടെയും ദൈവം തന്റെ ദാസനായ യേശുവിനെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് വായിക്കാം അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 30 മുതൽ 32 വരെയുള്ള വാക്യം. ഇത് പറയുന്ന ആരാണെന്നറിയാമോ? ശിമിയോൻ പത്രോസും യോഹന്നാനും ഉൾപ്പെടുന്ന ശിഷ്യവൃന്ദമാണ് യഹൂദന്മാരോട് പറയുന്നത്. എന്താണ് അവിടെ പറയുന്നത്? നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. അതാരാണ്? അപ്പോസ്തലന്മാർ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമെന്ന് യഹൂദന്മാരോട് പറയുകയാണ്. ആരെക്കുറിച്ചാണത് പറയുന്നത്? പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ മോശയോട് ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വായിക്കുകയാണ്. യാഹുവ എന്ന് എന്നേക്കും നാമമുള്ളവനായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായവൻ, ഇസ്രായേൽ മക്കളുടെ പിതാക്കന്മാരുടെ ദൈവമായവൻ, ആ ദൈവത്തെ കുറിച്ചാണ് ഇവിടെ അപ്പോസ്തലന്മാര് സംസാരിക്കുന്നത്. യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. എന്നിട്ട് ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. ദൈവം തന്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. ആരെ? യഹൂദന്മാർ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ. യഹൂദന്മാർ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ ഈ അപ്പോസ്തലന്മാരുടെയും യഹൂദന്മാരുടെയും പിതാക്കന്മാരുടെ ദൈവമായവൻ ഉയർപ്പിച്ചു. യേശുവിനെ ഉയർപ്പിച്ചവനാണ് അപ്പോസ്തലന്മാരുടെ ദൈവം. അവരുടെ പിതാക്കന്മാരുടെ ദൈവം യേശുക്രിസ്തുവിന്റെ ദൈവം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 36 വായിച്ചതാണ്. അതും ഇതേ കാര്യം തന്നെയാണ് അപ്പോസ്തലന്മാർ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 36. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ ഗ്രഹം ഒക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. അപ്പൊ യേശുവിനെ ഉയിർപ്പിച്ചവനാണ് അപ്പോസ്തലന്മാർ പ്രഘോഷിച്ച ദൈവം. അത് ഇസ്രായേൽ ജനങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാണ്. അത് അപ്പോസ്തലന്മാരുടെ പിതാക്കന്മാരുടെ ദൈവമാണ്. യേശുവിന്റെ ശിഷ്യന്മാർ യഹൂദന്മാരായിരുന്നു, ഇസ്രായേലിൽ നിന്നുള്ളവരായിരുന്നു യേശുവിന്റെ ശിഷ്യന്മാർ.
അവർ പറയുന്നത് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ ഉയർപ്പിച്ചു, ഇസ്രായേലിന് പാപമോചനവും മാനസാന്തരവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. തുടർന്ന് അവർ പറയുന്നത് എന്താണെന്നറിയാമോ? ഇതിന് ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു. പ്രിയരെ, തിരുവെഴുത്തുകൾ സൂക്ഷ്മതയോടെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുക. യേശുക്രിസ്തുവാണ് ദൈവമെന്ന് യേശുക്രിസ്തു പറഞ്ഞില്ല എന്നത് പോകട്ടെ, യേശുവിനോട് കൂടെ നടന്ന അപ്പോസ്തലന്മാർ ഒരുത്തൻ പോലും പറഞ്ഞില്ല യേശുക്രിസ്തുവാണ് ദൈവമെന്ന്. യേശുവിനെ ഉയർപ്പിച്ചവനാണ് ദൈവം, യേശുവിനോട് കൂടെ ഇരുന്നവനാണ് ദൈവം, യേശുവിനെ അഭിഷേകം ചെയ്തവനാണ് ദൈവം. ആ ദൈവം യേശുക്രിസ്തുവിന്റെ പിതാവാണ്, യേശുക്രിസ്തുവിന്റെയും ദൈവമാണ്. നമ്മൾ അല്പം മുമ്പേ വായിച്ചതേ ഉള്ളൂ, ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ടാണ് അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത്. അതിനെ ഉറപ്പിച്ചുകൊണ്ടാണ് യോഹന്നാൻ 11-ാം അധ്യായത്തിന്റെ 41 മുതൽ വാക്യങ്ങൾ വായിച്ചത്. അവിടെ യേശു മേലോട്ട് നോക്കി, എന്നിട്ട് ആരെയാ വിളിക്കുന്നത്? പിതാവേ, പിതാവിനെയാണ് വിളിക്കുന്നത്. എന്നിട്ട് പറയുന്നത്, നീ എന്റെ അപേക്ഷ കേൾക്കുന്നതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു, നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ ഈ ചുറ്റിലും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? നീ എന്നെ അയച്ചിരിക്കുന്നതാണ് എന്ന്, നീ എന്നെ അയച്ചതാണെന്ന് ഇവർ വിശ്വസിക്കേണ്ടതിന് ഞാൻ പിന്നെയും അപേക്ഷിക്കുകയാണ്. പിതാവിനോട് അപേക്ഷിച്ചിട്ട് ലാസറേ പുറത്തുവാ എന്ന് പറയുന്ന യേശുവിനെയാണ് നമ്മൾ മറന്നു പോകരുത്. പലരും ഇത്രത്തോളം കൃത്യമായിട്ട് ഇത് പറയത്തില്ല. എല്ലാവരും പറയുന്നത് ലാസറിനെ യേശു ഉയർപ്പിച്ചു എന്നാണ്. അപ്പോസ്തലന്മാരും മരിച്ച ആളിനെ ഉയർപ്പിച്ചിട്ടുണ്ടെന്നേ, അപ്പോസ്തലന്മാരും ഉയർപ്പിച്ചിട്ടുണ്ട് മരിച്ചയാളിനെ. അപ്പോൾ ഇത് ദൈവം ആയതിനായി അഭിഷേകം ചെയ്തത് കൊണ്ടാണ് ചെയ്തതെന്ന് നമ്മൾ സമ്മതിച്ചേ മതിയാകൂ. ഇതാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന സത്യം. പലരുടെയും അബദ്ധ പ്രസംഗങ്ങൾ കേട്ടിട്ട് യേശുക്രിസ്തുവാണ് ദൈവമെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട്, യേശുക്രിസ്തുവാണ് സൃഷ്ടാവെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ അന്ധകാരത്തിന്റെ ബന്ധനത്തിൽ അടച്ചു കളയുകയാണ്, അവർക്ക് നിത്യജീവന്റെ വാതിൽ അടച്ചു കളയുകയാണ് എന്ന് മറന്നു പോകരുത്. നിങ്ങളുടെ ലക്ഷ്യം നിത്യജീവനാണെങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യം ആത്മാവിന്റെ രക്ഷയാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ സത്യത്തിൽ നിന്നേ മതിയാവും. അതല്ല നിങ്ങളുടെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു സംഘടനയുടെ എല്ലാ ഉപദേശങ്ങളെയും പിന്തുടർന്നുകൊണ്ട് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ വെറും ഈ ലോകത്തിന് വേണ്ടി ചിന്തിക്കുന്നവരാണ്. നിങ്ങളുടെ പ്രത്യാശ നിത്യജീവനല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ഭൗതിക നേട്ടങ്ങൾ മാത്രമാണ്. നിങ്ങൾ നിത്യജീവനെ കാക്ഷിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ പ്രത്യാശ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന നിത്യജീവനാണെങ്കിൽ, നിങ്ങളായതിനായി ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുക, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കുക. വിശുദ്ധ തിരുവെഴുത്തുകളുടെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ക്രിസ്തുവുമായിട്ട് ഏകാഗ്രമാക്കാം, ക്രിസ്തുവിന്റെ ഉപദേശങ്ങളുമായി ഏകാഗ്രമാക്കാം. അപ്പോസ്തലന്മാർ പഠിപ്പിച്ച സത്യസുവിശേഷത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം നൈമിഷികമാണ്. പൗലോസ് അത് പറയുന്നുണ്ട്, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം ലഭിക്കുവാൻ ഹേതുവാകുന്നുവെന്ന് പൗലോസിന്റെ പ്രത്യാശ അതാണ്. ആകയാൽ പ്രിയരെ, നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വചനങ്ങളെ സൂക്ഷ്മതയോടെ പരിശോധിക്കാം. അപ്പോസ്തലന്മാർ പറഞ്ഞ വചനങ്ങളെ സൂക്ഷ്മതയോടെ പരിശോധിക്കാം. ഈ ഇന്നത്തെ സമയം തീരുകയാണല്ലോ. തുടർന്നും നമ്മൾ അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ ഈ വിഷയത്തിൽ തന്നെ തുടർന്ന് ചിന്തിക്കുന്നതായിരിക്കും. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അനേക വചനങ്ങളുണ്ട്. എല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് എടുക്കുവാൻ പറ്റത്തില്ല. എന്റെ കേൾവിക്കാരായ നിങ്ങൾക്ക് ലോങ് ടൈം
ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് കേട്ട് ഗ്രഹിക്കുവാൻ കഴിയുകയില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. സമയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ കൃത്യതയോടുകൂടി തിരുവെഴുത്തുകളെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ തിരുവെഴുത്തുകളോട് ഏകാഗ്രമാക്കാം. സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ വിശുദ്ധ തിരുവെഴുത്തുകളിൽ ആശ്രയിച്ചുകൊണ്ട് നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ ദൈവസന്നിധി വണക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മെല്ലാവരും സമർപ്പണത്തോടു കൂടി ആയിരിക്കുമ്പോൾ നമ്മുടെ ജോൺ ചാക്കോ പാസ്റ്റർ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്.